തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച ഓടിക്കണം. പോടാ, നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം. വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ, ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോണം. സംസ്കാരത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടും എന്നുള്ളതൊക്കെ കാണുന്നവരും നാട്ടുകാരൊക്കെ തീരുമാനിക്കുക. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ട്. ലൈവ് കണ്ടവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രേണുസുധിയുടെ കേസ് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് രേണുസുധി ലൈവിൽ വന്നിട്ട് തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് കണ്ടു. ഒരുപാട് ചാനൽസ് എടുത്ത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2-3 കാര്യങ്ങളായി ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ കേട്ടോ. ആദ്യം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനൽ ഗോപ്രോ റിയാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിൻ്റെ കോണ്ടൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കമൻസ് എനിക്കിങ്ങനെ വരുന്നതുകൊണ്ട് ഞാനൊരു മറുപടി തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ കാര്യമായിട്ട് സോഷ്യലി റെലവൻറ്റ് കോണ്ടൻ്റ് അല്ല, സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന കോണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരപ്രദമല്ലാത്ത ഞാൻ പറയുമ്പോൾ വെച്ചാൽ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷനൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള വ്ളോഗേഴ്സിന് റിയാക്ട് ചെയ്യുക, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇതുപോലുള്ള സംഗതികൾ ഇതെല്ലാം റിയാക്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ ഗോപ്രോ റിയാക്ട്സ് പറഞ്ഞിട്ട് ചാനൽ. എനിക്ക് വേറൊരു ചാനലുണ്ട്, മെയിൻ ചാനൽ ഗോപ്രോ മച്ചാൻ. അതിനാണ് ഒന്നും കൂടി മോർ സീരിയസ് കോണ്ടൻറ്റ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. സോഷ്യലി റെലവൻറ്റ് ഇഷ്യൂസ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഒന്നും കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനലിലാണ് ചെയ്യാറ്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന്. കാരണം വെച്ചാൽ ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നു, ഒരു സിസ്റ്റർ ഒരു കമൻറ്റ് ഇട്ടു. അതായത് പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അവർക്ക് ഇടയിൽ മാത്രം ഇങ്ങനത്തെ ഈ ഉപ്പുമുളകിൻ്റെ വീഡിയോ ചെയ്ത സമയത്താണ്. ഉപ്പുമുളകിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് എന്തിനാണ് ഇത് എടുക്കുന്നതെന്നുള്ള കമൻറ്റ് കണ്ടമാനം വരും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, അതായത് ഒരു കമൻ്റ് ഉണ്ട്, മറ്റുള്ള വ്ളോഗേഴ്സ് ഇടയ്ക്ക് ഇത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെന്താ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു ചാനലിൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലത്തെ കോണ്ടൻറ്റാണ് ഇതിൽ ഈ ഒരു ചാനലിൽ ചെയ്യാറ് കേട്ടോ. സീരിയസ് കോണ്ടൻറ്റ് കാണണമെങ്കിൽ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ രേണുസുധിൻ്റെ ഇഷ്യൂവിലേക്ക് വരാം. 1-2 കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത് അറിയോ? രേണുസുധിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതിലും ഞാൻ അവരെ കാര്യമായിട്ടൊന്നും അവരെ ഞാൻ മോശം പറയാൻ വന്നതല്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറയാം. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് തെറി പറഞ്ഞു. ഈ തെറി പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങളൊരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അള മുട്ടിയാൽ ചേരയും കടിക്കും അല്ലേ? നമുക്ക് ഒരു പരിധിയില്ലേ മനുഷ്യനെ ക്ഷമിക്കുന്നതിനല്ലേ, സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും. ശരിയാണ്, വെറുതെ ആൾക്കാരൊന്നും പറയല്ല. വെറുതെ ആൾക്കാർ പറയാറുണ്ട്, വെറുതെ നമ്മുടെ സമൂഹം ഒരുപാട് കുറ്റപ്പെടുത്താറുണ്ട് മനുഷ്യൻ. ഇത് അവരുടെ സിറ്റുവേഷൻ അതല്ല. അവർ ചെയ്ത കാര്യങ്ങൾക്ക് തന്നെയാണ് അവർക്ക് ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ അവർ ഏത് രീതിയിലാണോ അവരുടെ കാര്യങ്ങളുമായി സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് സുധി എന്നുള്ളൊരു ബാനറിൽ വന്നിട്ട് അവർ ഈ രീതിയിൽ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എതിർത്ത് സംസാരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ അവർ ദയവ് ചെയ്ത് നിന്നൊക്കെ ഒഴിവായി നിൽക്കുക, അതാണ് അവർക്ക് നല്ലത് എന്നുള്ള കണ്ടീഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളാരും അവരെ ഒരു ചീത്ത ഇത് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നടത്താൻ നിങ്ങളോ ഞാനോ ആരും ഒന്നുമല്ല. കാരണം അവരുടെ ലൈഫാണ്, അവരുടെ കുട്ടികളുടെ ലൈഫാണ്. ഇൻ ദ എൻഡ് അവർ കുട്ടികൾക്ക് എന്ത് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംഗതി മാത്രമേ അവരെ സംബന്ധിച്ച് മാറ്റർ ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ അതിലിടയ്ക്ക് ഇപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കുന്നു, മറ്റൊരു എന്ത് പറയുന്നു, ഇതൊന്നും അവർ ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ചിന്തിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ രീതിയിലൊന്നും പെരുമാറില്ല. എന്താണെന്നുണ്ടെങ്കിലും അവർ ലൈവ് വന്നിരുന്നു. ലൈവ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ലൈവിൽ വരുമ്പോൾ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിലൊന്നും ഒരുപാട് കമൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം അവർക്ക് വളരെ മോശമായിട്ടുള്ള കമൻസ് തന്നെ ആയിരിക്കും. അതിൽ വരുന്ന ലൈവിൽ വരുന്ന ചാറ്റ് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അത്രയും വൾഗർ കാര്യങ്ങൾ എഴുതാൻ, പ്രത്യേകിച്ച് അവർക്ക് ചോദിക്കാനും പറയാൻ ആരില്ല എന്നുള്ള കാര്യം ഒരുവിധം കമൻറ്റ് എഴുതുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇപ്പോൾ എന്താ പറയുക, വേറെയുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും കോൺട്രവേഴ്സീസ് നടക്കുന്ന അത്യാവശ്യം പിടിപാടുള്ള സ്ത്രീകളൊക്കെ ഇതുപോലെ ലൈവിലൊക്കെ വരുന്ന സമയത്ത് അധികം ആൾക്കാരും തെറി പറയാൻ മുതിരില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സൈബർ കേസോ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും, പ്രശ്നമാവും എന്നുള്ളൊരു ചെറിയ ചിന്ത ഉണ്ടാവും. പക്ഷേ ഈ രേണുസുധിയുടെ കേസിൽ എന്താ വെച്ചാൽ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം വെച്ചാൽ അവരൊരു ചെണ്ട, ഞാൻ അങ്ങനെ പറയല്ല, നമ്മുടെ ഉപമ ഉണ്ടല്ലോ, ആർക്കും പോകുന്നതിനൊക്കെ കൊട്ടാന്നുള്ളൊരു ചെണ്ട പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഇതിങ്ങനെയൊക്കെയാണെങ്കിലും ഞാനും അവരുടെ കാര്യങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന്, അവർ അളമുട്ടിയാൽ ചേരയും കടിക്കും. അവരത്രയും അധികം എനിക്ക് തോന്നുന്നു അവരത്രയും സഹി കെട്ടിട്ട് തന്നെ ആയിരിക്കണം ആ ഒരു തെറി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ മിസ്റ്റേക്ക് എന്താണെന്നറിയോ, ഇതൊന്നും നമ്മളാർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടില്ല. ഇന്ന് ആർക്കും അറിയുന്നൊരു കേസാണ്. ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ മുന്നിൽ വെച്ചതൊന്നും ചെയ്യാതിരിക്കുക.
നിങ്ങൾക്ക് അങ്ങനെ ഈ ലൈവ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഷീൽ ബി എക്സ്പെക്ടിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെറിയ കുട്ടികളെ മുന്നിൽ വെച്ച് ലൈവ് പോകാതിരിക്കുക. ഞാൻ എന്തുകൊണ്ടറിയാം, ഞാൻ ആദ്യം ആ വോയിസ് കേട്ട സമയത്ത് ചെറിയൊരു കാതോർത്ത് നിന്നിട്ട് ഒരു വോയിസ് കേൾക്കാൻ കാരണം എന്താ അറിയോ, ഈ കുട്ടി പറയുന്നുണ്ട് രേണുസുതി രേണുസുതി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ബാക്കിൽ ആ കുട്ടിയുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോളാം അറിയില്ല. രേണുസുതി രേണുസുതി. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ചെറിയ സ്വഭാവമുണ്ട്. നമ്മളെന്താണ് മുതിർന്നവർ പറയുന്നത് എന്തോ കാര്യമായിട്ട് ചെറിയ കുട്ടികൾ കേട്ടോ, ചെറിയ കുട്ടികളൊന്നും എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുട്ടികൾക്ക് നമ്മളെന്തോ കാര്യമായിട്ട് സംസാരിക്കാമെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ് സംഗതി എന്നുള്ള അതിൻ്റെ ഗ്രാവിറ്റിയോ അതിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അല്ലേ, കുട്ടികൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ എന്തോ ഒന്ന് പറയുകയാണ്, അമ്മ എന്തോ സംഗതി പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അതിന് രേണുസുതി, പല കുട്ടികളും അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം രേണുസുതി എന്നൊക്കെ വിളിക്കുന്നവരുണ്ടായിരിക്കാം, എന്താണെന്നുള്ള ആ ഒരു കാര്യത്തിൽ അറിയില്ല. അപ്പോൾ എന്തോ ഒരു സംഗതി ഉണ്ട്, ഇത് രേണുസുതിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇവരും ഇത് രേണുസുതി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ബാക്കിന്ന് രേണുസുതി അതേ ടോണിൽ അതേ ട്യൂണിൽ തന്നെ ഈ കുട്ടി അവിടെ രേണുസുതി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവാത്ത രീതിയിൽ പറയുന്ന സംഭവം കണ്ടു. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ലൈവ് പോകുക പറഞ്ഞാൽ ബാക്കിയൊക്കെ ഇതൊക്കെ അവരുടെ ലൈഫാണ്. ആ കുട്ടിയുടെ ഫ്യൂച്ചറാണെന്നുണ്ടെങ്കിൽ ലൈഫാണെങ്കിലും ഇതൊന്നും നാട്ടുകാരുടെ അല്ല, നമ്മളുടെ എല്ലാം ആരുടെയും അല്ല, അതൊക്കെ അവരുടെ സംഭവമാണ്. ഏതായാലും ചെറിയൊരു പോർഷൻ മാത്രം കേൾക്കാം, എന്നിട്ട് 1-2 കാര്യങ്ങൾ ബാക്കി പറയാണ്ട്. ഒരു അധികാരം ഞാൻ തന്നില്ല. അദ്വൈത നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞരനോ എന്തുവേടാ നിന്റെ പേര്? സനീഷ് തത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ 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 പോലീസുകാരന്റെ. കണ്ടോ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൽ ശ്രദ്ധിച്ചു. ആ കുട്ടി പറയുന്നുണ്ട് ഇവള് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി ബാക്കുന്നത് താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആ കുട്ടി റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലപ്പോൾ, ഒരു പക്ഷേ മൺചട്ടി, ഞാൻ മുഴുവൻ പറയുന്നില്ല, എന്താണ് ഈ മൺചട്ടി എന്നുള്ളത് കേട്ടവർക്ക് മനസ്സിലാവും. അറിയാത്തവർ വേണമെങ്കിൽ മൺചട്ടി എന്നുള്ളത് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക. അതായത് ചെറിയ കുട്ടിയുടെ ഡയലോഗാണ്, തെറിയാണ് പറയുന്നത് ആ കുട്ടി. മൺചട്ടി എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡയലോഗ്സ് അടിക്കുന്നത് ചെറിയ കുട്ടിയാണത്. ചെറിയ കുട്ടികൾ പറയുന്ന കുട്ടിയോട് ദോശ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മോൻ്റെ ദോശ വേണം, ഞാൻ തന്നെ പണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഇതും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി റിയാക്ട് ചെയ്യുന്നത്. ഇതൊക്കെ വീട്ടിൽ നിന്ന് കാണുന്ന സംഗതികളാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേറൊരു സ്ഥലത്തേക്കും പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ സംസ്കാരം, നമ്മൾ മുതിർന്നവർ എന്ത് സംസ്കാരത്തിലാണോ സംസാരിക്കുന്നത് അതന്നെയാണ് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി അവിടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ, നീ ആ പൊടി എന്ന് പറയുന്ന സമയത്തൊക്കെ ആ കുട്ടി റിപ്പീറ്റ് ചെയ്യണം. പ്രൊഫൈൽ വെച്ചവനെ നീ ആരാടാ എന്നെ പൊടി എന്ന് വിളിക്കാൻ? പോടാ, നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞാൻ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ മേടിച്ച് നമ്പർ ചോദിച്ചിട്ട് കുട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. കണ്ടോ, ആ കുട്ടി നമ്പർ എന്ന് പറയുന്നത്, എന്നിട്ട് ഡാ നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് ആ കുട്ടി റിപ്പീറ്റ് ചെയ്യണം. വളരെ മോശമാണ്, വളരെ മോശം. എനിക്ക് തോന്നുന്നു പണ്ടൊരു പ്രമുഖ വ്യക്തി, ഒരു വ്ളോഗറെ, സ്വന്തം ഈ ഒപ്പം മൈനറായിട്ടുള്ള കുട്ടീനെ ഇരുത്തിയിട്ട് തെറി പറഞ്ഞതിന് കേസ് വന്നിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ രേണുസുതി ഈ ചെറിയ പ്രായത്തിലുള്ള ഈ കുട്ടീനെയും വെച്ചിട്ട് ഇതുപോലെ ലൈവിൽ വീഡിയോയിൽ തെറി പറയുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല അത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കറിയില്ല, നിങ്ങൾ ആരെയും കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നിയമത്തിൻ്റെ സംഗതി വെച്ചിട്ട് എന്താണ് അതിൻ്റെ ലൂപ്പ് ഹോൾ എന്നുള്ളത്. ആൽബം പൊളിച്ച് താങ്ക് യു ഗോപിക. നീ പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിന്ന് എന്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച ഓടിക്കണം. പോടാ, നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചു നിന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? നിൻ മുതുക്കനാണല്ലോ. മുതുക്കൻ എന്നെ കയറി സോറി എന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി. എന്തായാലും കൂടുതലൊന്നും പറയാൻ ഇല്ല, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ല, പറയാൻ നമ്മൾ ആരും അല്ല കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ടീം വരും, ചിലവിന് കൊടുക്കാൻ രേണുസുതിക്ക് ചിലവിന് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എതിർത്ത് പറയുന്നില്ല. അപ്പം ഇന്നലെ ഒരു പ്രായമായിട്ടുള്ള ഒരു 57 വയസ്സുള്ള ശശികല എന്നൊരു തള്ളയുടെ വീഡിയോ ഒക്കെ ഉണ്ട്. എനിക്ക് ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ വൈഫിൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ തള്ളയുടെ വീഡിയോ ഒക്കെ ഉണ്ട്. അതുപോലത്തെ എക്സ്ട്രീമുകളെ വിടുക കേട്ടോ. അത് പിന്നെ വേറൊരു കഥ, ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നില്ല. കഷ്ടം, കുട്ടികളെ മുന്നിൽ വെച്ചിട്ടൊക്കെ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ
പോപ്പുലാരിറ്റിയാണ് മനുഷ്യന് വേണ്ടത്. അത് ഏത് രീതിയിലും നമ്മൾ നേടാനുള്ള ഓപ്ഷൻസ് ഇന്നുണ്ട്. നമുക്ക് പോപ്പുലർ ആവാൻ നൊട്ടോറിയസ് എന്താ പറയുക, പ്രസിദ്ധിയും കുപ്രസിദ്ധിയില്ലേ, അത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമുക്ക് പ്രസിദ്ധി വേണോ കുപ്രസിദ്ധി വേണോ എന്നുള്ളത്. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് പോണത്. നമ്മൾ എങ്ങനെയെങ്കിലും അറിയപ്പെട്ടാൽ മതി, അങ്ങനെയെങ്കിലും നമുക്ക് നാലത് മതി എന്നുള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇപ്പോൾ നാട്ടുകാരെടുത്ത് ഈ പറയുന്നതിനോ സംഗതി കൊണ്ടൊന്നും അതിലും നമുക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല.